പഴയ നൈറ്റി വെട്ടി നമുക്ക് പാൻറ്റ് എങ്ങനെ തയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ പഴയ ഒരു നൈറ്റി അങ്ങോട്ട് നല്ലതുപോലെ തറയിലോട്ട് നിവർത്തി അങ്ങോട്ട് ഇടുക. എന്നിട്ട് രണ്ടായിട്ട് അങ്ങോട്ട് മടക്കി വെക്കുക. നല്ല കറക്റ്റ് അളവുള്ള ഒരു പാൻറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് വരച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് വെട്ടി അങ്ങോട്ട് എടുക്കണം. പാൻറ്റ് ഇങ്ങനെ തിരിച്ചിട്ടതുകൊണ്ട് മടക്കി തയ്ക്കാനുള്ള തുണിയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ 2 തുണിയായിട്ട് കിട്ടി. ഇനി ആദ്യമേ ചരടിടുന്ന വശം നല്ലതുപോലെ ഒന്ന് മടക്കി തയ്ക്കണം. മടക്കി തയ്ക്കുമ്പോൾ ഓർക്കണം, ചരട് കയറ്റാനുള്ള സ്ഥലം വിടണം കേട്ടോ. ഇങ്ങനെ തയ്ച്ചപ്പോൾ ഭയങ്കര സമാധാനം. വേറൊന്നും വല്ല തയ്യൽ പഠിക്കുന്ന സമയത്ത് തയ്യൽ മെഷീനൊന്നും ഇല്ല, വാങ്ങിക്കാനുള്ള പൈസ ഇല്ല, സൂചി പോലും വാങ്ങിക്കാനുള്ള പൈസ ഇല്ല. എന്നിട്ടല്ലേ അച്ഛൻ എനിക്ക് മെഷീൻ വാങ്ങിച്ചു തരുന്നത്. ഇപ്പോൾ ഒരു സമാധാനമായി. ചരട് കയറ്റാനുള്ള വശം തയ്ച്ചിട്ട് പാൻറ്റിൻ്റെ അടിവശം തയ്ക്കാം. എന്നിട്ട് പാൻറ്റിൻ്റെ 2 വശവും നമുക്ക് ഇനി കൂട്ടി യോജിപ്പിച്ചാൽ നമ്മുടെ പാൻറ്റ് ഇവിടെ റെഡിയായി. ഇത് പാൻറ്റുമല്ല, പലാസോയല്ല. അപ്പം ഞാൻ പാൻറ്റാസോ എന്ന് പേരിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പാൻറ്റാസോ റെഡിയായി. പാൻറ്റാസോയ്ക്ക് വള്ളി ഇട്ടിട്ട് ഞാൻ ഓടി വരാവേ. വള്ളിയൊക്കെ ഇട്ട് നല്ല അടിപൊളി. ഇടത്ത് കാല് പൊക്ക്, വലത്ത് കാല് പൊക്ക്. പൊക്കിയാലൊന്നും കീറത്തില്ല, നല്ല ലൂസായിട്ടുള്ള പാൻറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കണം. ടാറ്റാ.